നമുക്കുള്ള വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്ലസ് ടു ഫിസിക്സിൻ്റെ 5th ചാപ്റ്റർ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിലെ NCERT എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യത്തെ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ പ്ലസ് ടു ഫിസിക്സിൻ്റെ റിവൈസ്ഡ് ടെക്സ്റ്റ് ബുക്കിൽ 7 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 2 വീഡിയോയിൽ നമുക്ക് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ തീർക്കാം. അത് പെട്ടെന്ന് മാക്സിമം പബ്ലിക് എക്സാം ആകും, മോഡൽ എക്സാം തീരൂല, പബ്ലിക് മാക്സിമം തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ 4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് കാണാം. അപ്പോൾ മൂവിങ് ചാർജസ് വരെ ഫുള്ളി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് 3 ചാപ്റ്റേഴ്സ് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. തൊട്ട് മുമ്പ് ഐ തിങ്ക് 13 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ, ഇതിൽ 7 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം 5.1 ഡിസ്കസ് ചെയ്തിട്ട് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫൈനൽ വരെ നിങ്ങൾ കാണും കേട്ടോ. 5.1 ഇങ്ങനെയാണ്: എ ഷോർട്ട് ബാർ മാഗ്നറ്റ് പ്ലേസ്ഡ് വിത്ത് ഇറ്റ്സ് ആക്സിസ് അറ്റ് 30 ഡിഗ്രി വിത്ത് എ യൂണിഫോം external magnetic field of 0.25 Tesla experiences a torque of magnitude equal to 4.5 into 10 raised to minus 2 joule. What is the magnitude of magnetic moment of the magnet ആണ്. അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. മാഗ്നറ്റിക് മൊമെൻ്റ് ഇല്ലേ, ഒരു ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ ടോർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തുതരാം. ഓക്കെ, എങ്ങനെയാണ് അതിൻ്റെ ആൻസർ എന്ന് നോക്കാം. നമുക്കുള്ള ക്വസ്റ്റിൽ തന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ചെയ്യാം. ഫസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് നിന്ന് പെട്ടെന്ന് ചെയ്തു പോവുക. ഫസ്റ്റ് വൺ 0.25 ടെസ്ലയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ടോർക്കിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ടോർക്കിൻ്റെ വാല്യൂ എത്രയാണ്? 4.5 ഇൻറ്റു 10 റേസ് ടു മൈനസ് 2 ജൂളാണെന്ന് തന്നിട്ടുണ്ട്. ദെൻ തീറ്റേൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 30 ഡിഗ്രിയാണ്. ദെൻ മാഗ്നറ്റിക് മൊമെൻറ്റ്, അതായത് നമ്മൾ M ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? ടോർക്ക് ആൻഡ് തീറ്റ ടോ ഈക്വൽ ടു എം ബി സൈൻ തീറ്റയാണ്. ടോ ഈക്വൽ ടു ആരാണ്? എം ബി സൈൻ തീറ്റയാണ്. അപ്പോൾ അതിൽ എം ആണ് കണ്ടുപിടിക്കേണ്ടത്. പെട്ടെന്ന് വളരെ സിമ്പിൾ ബേസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇക്വേഷൻ നോട്ട് ചെയ്ത് നോക്കണേ. എം ഏത് ഇക്വേഷൻ? ടോ ഈക്വൽ ടു എം ബി സൈൻ തീറ്റ പഠിച്ചു നോക്കട്ടോ. അപ്പോൾ ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ ടോപ്പിക്ക് നന്നായിട്ട് വർക്കൗട്ട് ചെയ്താൽ അടിപൊളിയാവും. എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഫുൾ മാർക്കാണെങ്കിൽ NCERT എക്സസൈസ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടില്ലേ നിങ്ങൾക്ക് പണി കിട്ടും, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, എക്സസൈസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. അത്രയേ ഉള്ളൂ. എം ഇസ് ഈക്വൽ ടു ടോ ഡിവൈഡ് ബൈ ബി സൈൻ തീറ്റ. ടോൻ്റെ വാല്യൂ എത്രയാണ്? 4.5 ഇൻറ്റു 10 റേസ് ടു മൈനസ് 2 ഡിവൈഡഡ് ബൈ ബി. ബീൻ്റെ വാല്യൂ എത്രയാണ്? 0.25 ആണ്. ഞാനതിനെ 1/4 എന്ന് എഴുതുന്നൊരു സീനൊന്നുമില്ലല്ലോ. ദെൻ സൈൻ തീറ്റ എത്രയാണ്? 30. സൈൻ 30ൻ്റെ വാല്യൂ 1/2 ആണ്. ഓക്കെ, നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് റബ്ബ് ചെയ്ത് കളയാം. ഓക്കെ, ദെൻ അങ്ങനെയാണ് ആൻസർ എത്ര വരിക? എം ഇസ് ഈക്വൽ എത്ര വരും? എം ഇസ് ഈക്വൽ ഈ 4 ഇൻറ്റു 2 8 ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ 1/8 ആണ്, അത് മുകളിലേക്ക് വരും. അപ്പോൾ ആൻസർ എത്രയാണ്? 4.5 ഇൻറ്റു 8 ഇൻറ്റു എത്ര വരും? 10 റേസ് ടു മൈനസ് 2. 4.5 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32ഉം 4 ആഡ് ചെയ്യാം. അപ്പോൾ ആൻസർ 36 ഇൻറ്റു 10 റേസ് ടു മൈനസ് 2 ആംപിയർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ജൂൾ പെർ ടെസ്ല, ഏത് യൂണിറ്റ് ആയാലും പ്രശ്നമില്ല. ഇതാണ് NCERT എക്സസൈസ് 5.1ൻ്റെ ആൻസർ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് അപ്പോൾ ടൈം ഞാൻ കുറച്ച് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. നിങ്ങളനുസരിച്ച് എന്ത് ചെയ്യാം, ഒന്ന് സ്ലോ ചെയ്ത് പോസ് ചെയ്ത് എഴുതിയിട്ടൊക്കെ വന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് 5.2 എന്താണെന്നും അതിൻ്റെ ആൻസർ എങ്ങനെ വരും നോക്കാം. 5.2 ഇങ്ങനെയാണ്: എ ഷോർട്ട് ബാർ മാഗ്നറ്റ് ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് M ഇസ് ഈക്വൽ ടു 0.32 ജൂൾ പെർ ടെസ്ല ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.15 ടെസ്ല ഇഫ് ദ ബാർ ഈസ്, അതായത് ബാർ മാഗ്നറ്റ് ആണ്, ഈസ് ഫ്രീ ടു റൊട്ടേറ്റ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ ഫീൽഡ് മീൻസ് മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഓറിയൻറ്റേഷൻ വുഡ് കറസ്പോണ്ട് ടു ഇറ്റ്സ്. ക്വസ്റ്റ്യൻ അതിൽ സ്റ്റേബിൾ ആണ് ആൻഡ് ബി പാർട്ട് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആൻഡ് അതുപോലെ തന്നെ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ മാഗ്നറ്റ് ഇൻ ഈച്ച് കേസ്. അപ്പോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം വരുന്ന കേസാണ് ഞാൻ ഡീറ്റെയിൽ ചെയ്തത്. ഈ ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ എന്താണ്? മാഗ്നറ്റിക് മൊമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു, M ആണ് കേട്ടോ. M ഇസ് ഈക്വൽ ടു 0.32 ജൂൾ പെർ ടെസ്ല എന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്ന ഒരു കാര്യം മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എത്രയാണ്? ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, 0.15 ടെസ്ലയാണ്. എന്നിട്ട് അതിൽ എ പാർട്ട് പറയുന്നത് സ്റ്റേബിൾ ഇക്വിലിബ്രിയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ എനർജി, നോർമലി പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണേ. പൊട്ടൻഷ്യൽ എനർജി ഓഫ് മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -mb കോസ് തീറ്റയാണ്. -mb കോസ് തീറ്റയാണ്. അതിൽ എ ക്വസ്റ്റ്യൻ, ഇത് എ അല്ല, ഓക്കെ, ജനറലി -mb കോസ്. അതിൽ എ പാർട്ട് പറയുന്നത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ തീറ്റേൻ്റെ വാല്യൂ 0 ഡിഗ്രി. അത് നോട്ട് ചെയ്യണേ. അപ്പോൾ എപ്പോഴാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ വരിക? ബാർ മാഗ്നറ്റിൻ്റെ കേസിൽ സ്റ്റേബിൾ മാഗ്നറ്റിക് ഡൈപോൾ ബാർ മാഗ്നറ്റ് എല്ലാം ഓക്കെയാണ്. ഓക്കെ, എല്ലാത്തിൻ്റെ കേസിലും ഇതേ ഇക്വേഷൻ തന്നെയാണ് വരിക. തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി. അപ്പോൾ ഈ തീറ്റേൻ്റെ അടുത്ത് നമ്മൾ 0 ഡിഗ്രി കൊടുത്താൽ എത്ര ഇവിടെ? cos 0 1. അന്നേരം നമ്മൾ ഇക്വേഷൻ എന്താ വരിക? u ഈസ് ഈക്വൽ ടു
എം ബി അല്ലേ വരിക, അത്രയേ ഉള്ളൂ. മൈനസ് എം ബി, അതായത് ഈ എമ്മും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് -0.32 ഇൻറ്റു 0.15. ഓക്കെ, അപ്പം 32ൻ്റെ ഹാഫ് ആയിട്ടുള്ള ആ ഒരു 16 എന്ന് പറയുന്ന വാല്യൂ ആഡ് ചെയ്താൽ 48, പിന്നെ ഒരു പോയിൻറ്റും കൂടെ അല്ല. അപ്പോൾ ആൻസർ എത്ര വരിക? -4.8 ഉണ്ടാകും. ഓക്കെ, -4.8. ഓക്കെ, അത് 0.32 ആണല്ലോ. ഓക്കെ, അപ്പോൾ -0.32 ഇൻറ്റു 0.15 എന്ന് പറഞ്ഞാൽ -4.8ഉം പിന്നെ പവർ 10⁻²2 കൂടെ അല്ലേ വരിക. 10⁻²2 കൂടെ ഉണ്ടാവും. അത്രയും ജൂൾ കേട്ടോ. ഇതാണ് എ ക്വസ്റ്റ്യൻ ആൻസർ വരിക. കാരണം എപ്പോഴാണത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സമയത്ത് തീറ്റൻ്റെ വാല്യൂ 0 ഡിഗ്രിയാണ് കൊടുക്കേണ്ടത്. ദെൻ ബി പാർട്ട് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോഴാണ് തീറ്റേൻ്റെ വാല്യൂ 180 ഡിഗ്രിയിലാകുമ്പോഴാണ് അൺസ്റ്റേബിൾ. ഇതേപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൽ ഇലക്ട്രിക് ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ എക്സസൈസിൽ അത് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു ചാപ്റ്റർ കാണാത്തൊരു നിർബന്ധം എടുത്ത് കാണട്ടെ. അപ്പോൾ യൂസ് ഈക്വൽ ഇവിടെ എന്താ വരിക? സെയിം നേരത്തെ അതേപോലെ തന്നെയാണ്. -MB കോസ് 180 വരുമെന്ന് മാത്രം. കോസ് 180ൻ്റെ വാല്യൂ എത്രയാണ്? -1. ഓ, അപ്പോൾ മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാകും? 1 ആകും. അതായത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം വരുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം പൊട്ടൻഷ്യൽ എനർജിയാണ്, അതാണ് MB. നേരത്തെ മിനിമം പൊട്ടൻഷ്യൽ എനർജിയാണ്, അതാണ് -MB. അപ്പോൾ നേരത്തെ കിട്ടിയ വാല്യൂവിൻ്റെ പോസിറ്റീവ് എഴുതിയാൽ പോരെ, വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. അത് നേരത്തെ കിട്ടിയ വാല്യൂ എത്രയാണ്? 4.8 ഇൻറ്റു 10⁻². തൊട്ടുമ്പത്തെ കേസിൽ ഒരു മൈനസ് ഉണ്ടായിരുന്നു, ഇവിടെ മൈനസ് ഉണ്ടാവില്ല. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇതാണ് 5.2 ഉണ്ടായിരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കാണുന്നത് നിർബന്ധമായിട്ട് കാണാം കേട്ടോ. പെട്ടെന്ന് ഞാൻ സ്പീഡായി പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 5.3 ഏതാണ് ക്വസ്റ്റ്യൻ നോക്കാം. 5.3 ഇങ്ങനെയാണ്. എ ക്ലോസ്ലി വൗണ്ട് സോളിനോയിഡ് ഓഫ് 800 ടേൺസ് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 2.5 ഇൻറ്റു 10⁻⁻4 മീറ്റർ സ്ക്വയർ ക്യാരീസ് എ കറണ്ട് ഓഫ് 3 ആംപിയർ. എക്സ്പ്ലെയിൻ ദ സെൻസ് ഇൻ വിച്ച് ദ സോളിനോയിഡ് ആഡ്സ് ലൈക്ക് എ ബാർ മാഗ്നറ്റ്. വാട്ട് ഈസ് ഇറ്റ്സ് അസോസിയേറ്റഡ് മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള ഒരു സോളിനോയിഡിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻ്റ്. ഇതിൽ തന്ന കാര്യങ്ങൾ നമ്പർ ഓഫ് ടേൺസ് ആണ് തന്നെ. നമ്പർ ഓഫ് ടേൺസ് ഞാൻ ഇക്വേഷൻ പറഞ്ഞുതരാം. ആദ്യം തന്ന കാര്യങ്ങൾ എപ്പം ചെയ്താൽ ഗിവൺ ആയിട്ട് n = 800 ആണ് തന്നിട്ടുണ്ട്. ഏരിയ എത്രയാണ്? ഏരിയ തന്നിട്ടുണ്ടായിരുന്നു 2.5 ഇൻറ്റു 10⁻⁻4 മീറ്റർ സ്ക്വയർ ആണ്. പിന്നെ കറണ്ട് ഒഴുകുന്നത് സോളിനോയിഡിൽ കൂടി എത്രയാണ്? കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സോളിനോയിഡ് ഈസ് 3 ആംപിയർ ആണ്. ഓക്കെ, അങ്ങനെയാണ് മാഗ്നറ്റിക് മൊമെൻറ്റ് ലിങ്ക്ഡ് വിത്ത് ദ കറണ്ട് ക്യാരിങ് സോളിനോയിഡ്. അല്ലെങ്കിൽ നോർമലി ഓക്കെ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറുമായി ബന്ധപ്പെട്ട് മാഗ്നറ്റിക് മൊമെൻറ്റ് എത്രയാണ്? M = NIA. നമ്മൾ നോർമലി നിയ ആണെന്ന് പറയും. ഓക്കെ, M = NIA. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 3 ഇക്വേഷനേ ഉള്ളൂ. അല്ല നേരത്തെ പറഞ്ഞ പോലെ നോർമലി ഉള്ള ഇക്വേഷനോ കാര്യങ്ങളൊന്നും അല്ല വരിക. ഓക്കെ, നമ്മൾ ടോ = MB sin M = ടോ ഡിവൈഡ് ബൈ B sin, അതൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. M = NIA. 3 കൂടി ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ. 800 അല്ലെങ്കിൽ 8 × 10² എന്ന് എഴുതാം. ഇൻറ്റു 2.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/2 ആണ്. 5/2 എനിക്ക് ഡെസിമൽ ഒഴിവാക്കണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ചെയ്തു എഴുതുക. നിർബന്ധമൊന്നുമില്ല. 5/2 ൻ്റെ 10⁻⁴ ഇൻറ്റു എത്രയാണ്? 3 ആണ് വരിക. ഇത്രയേ ഉള്ളൂ. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് വരിക? 8 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ചെയ്ത് വെക്കാം, സോൾവ് ചെയ്ത് നോക്കാം. 8 × 5 8 ഉണ്ട്. 8 × 5 എന്ന് പറഞ്ഞാൽ 40 ആണ്. 40 × 3 എന്ന് പറഞ്ഞാൽ 120 ആണ്. 120 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 60 ആണ്. 60 ഇൻറ്റു ബാക്കി എത്രയുള്ളടാ? 60 ഇൻറ്റു 10⁻⁴ഉം 10⁻² ഉണ്ട്. അപ്പോൾ 10⁻² ഉണ്ടാവും അല്ലേ പവർ. അപ്പോൾ 60 × 10⁻² ആണ്, അല്ലെങ്കിൽ 6 × 10⁻1 ആണ്, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ നമുക്ക് 0.6 ആണല്ലോ. 0.6 ആംപിയർ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ ജൂൾ പെർ ടെസ്ല. ഇതാണ് ഇവിടെ ആൻസർ വരിക. ഓക്കെ, ഇതാണ് 5.3. വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണ്. സോളിനോയിഡുമായി ബന്ധപ്പെട്ടുള്ള മാഗ്നറ്റിക് മൊമെൻ്റ് ആയിരുന്നു ആ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ. നമ്മൾ ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 5.4 വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കൂടി ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. 5.4 ഇങ്ങനെയാണ്. ഇഫ് ദ സോളിനോയിഡ് ഇൻ എക്സസൈസ് 5.5 അല്ല കേട്ടോ, 5.3 ആണ്. അത് പണ്ട് ഒരു 5.5 ആ റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈസ് ഫ്രീ ടു ടേൺ എബൌട്ട് ദ വെർട്ടിക്കൽ ഡയറക്ഷൻ ആൻഡ് എ യൂണിഫോം ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.25 ടെസ്ല ഈസ് അപ്ലൈഡ്. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് ഓൺ ദ സോളിനോയിഡ് when its axis makes an angle of 30 degree with the direction ഓഫ് അപ്ലൈഡ് ഫീൽഡ്? ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ടോ = MB sin θ ആണ്. തൊട്ടുമ്പത്തെ ക്വസ്റ്റ്യനുമായിട്ട് ലിങ്ക് ചെയ്ത് ചോദിച്ചേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇത് തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? B = 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. B = ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പീഡായി തോന്നിയിട്ട് ഒന്ന് കണ്ട് നോക്കുക. ഓക്കെ, റിപ്പീറ്റ് അടിച്ച് കാണാം. എന്തെങ്കിലും ഡൗട്ടിന് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. നന്നായിട്ട് എക്സസൈസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യട്ടോ. നല്ല മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. നല്ല മാർക്കുകൾ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. 0.25 ടെസ്ലയാണ് മാഗ്നറ്റിക് മൊമെൻറ്റ്. അത് നമ്മൾ തൊട്ടുമ്പത്തെ ക്വസ്റ്റ്യൻ, അതാണ് നമ്മൾ തൊട്ടുമ്പ്
2019 വൈൻഡപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ആൻസർ 0.6 ആംപിയർ പെർ മീറ്റർ സ്ക്വയർ മറ്റൊരു യൂണിറ്റ് ആണ്. അതുകൊണ്ട് പഠിച്ചോക്കെ ജൂൾ പെർ ടെസ്ല. ഈ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് സോളിനോ മേക്സ് ആൻ ആംഗിൾ എത്രയാണ്, ആക്സിസ് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി ആണ്. ദെൻ ടോർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വന്ന് വലിയ സീനൊന്നുമില്ല. ടോർക്കിൻ്റെ ഇക്വേഷൻ അറിയണം. ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു എന്താണ് വരിക, MB സൈൻ തീറ്റ. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തില്ലേ 5.1 ചെയ്ത് അതേപോലെ ടോ ഈക്വൽ MB സൈൻ തീറ്റ. ഈ വാല്യൂസ് ഒന്ന് കൊടുക്കുക. ഓക്കെ, വാല്യൂസ് 0.25 ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ടോ ഈക്വൽ ടു എമ്മിൻ്റെ വാല്യൂ 0.6 ആണ്, ബീൻ്റെ വാല്യൂ 0.25 ആണ്. അതിനെ 1/4 എന്ന് എഴുതുന്നുണ്ട്. ദെൻ സൈൻ 30 അല്ല, സൈൻ 30ൻ്റെ വാല്യൂ 1/2. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 0.6 ഡിവൈഡ് ബൈ 8 വരും. അതിൻ്റെ ആൻസർ എത്രയാണ് വരിക, 7.5 എന്ന് എഴുതാം. അന്നേരം 10⁻² എന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഓക്കെ, അത്രയും ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ. ഓക്കെ, ടോർക്കിന് യൂണിറ്റ് ജൂളായിട്ടും പറയാം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജൂൾ നല്ല ഉപയോഗിച്ചത്. ഓക്കെ, ഇതാണ് മാഗ്നറ്റിസം ആൻഡ് മാറ്ററിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ NCERT എക്സസൈസിലെ 5 അതായത് മാഗ്നറ്റിസം ആൻഡ് മാറ്ററിലെ 5.1 to 5.4 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 3 ക്വസ്റ്റ്യൻ കൂടിയേ ഉള്ളൂ ഈ റാഷണലൈസ്ഡ് ടെക്സ്റ്റ് ബുക്കിൽ. അത് നെക്സ്റ്റ് സെഷനായിട്ട് അതുകൂടി ചെയ്തു തരാം. അപ്പോൾ മാഗ്നറ്റിസം ആൻഡ് മാറ്ററും നമ്മുടെ കയ്യിൽ തീരുന്നു. അതുകൊണ്ട് EMI അങ്ങനെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം ചെയ്യുക. നിങ്ങൾ മാക്സിമം കാണുന്നവർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഓക്കെ, ഫുൾ മാർക്കാണ് പ്രതീക്ഷിക്കുന്ന മക്കൾ. നിങ്ങൾ NCERT എക്സസൈസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യട്ടോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷുവർലി കമൻറ്റ് ബോക്സിൽ ചോദിക്കണേ. സോ നെക്സ്റ്റ് സെഷൻ നമുക്ക് അടുത്ത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.